നാരായണ 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 ആസ്താം താവതിയം പ്രസൂതിസമയേ ദുർവാരശൂലവ്യഥാ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാ ച സംവത്സരീ ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതിമുന്നതോപി തനയഃ തസ്യൈ ജനന്യൈ നമഃ. അഖിലാനപരാധാൻ മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമഃ. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജത്തെ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാ. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വത്പരിതോഷകാമസ്തൗമി പ്രസീദാച്യുതമാരുതേശ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കാന്താപാംഗാവലോകാൽ കഴലിണ പണിയും ജന്തുവൃന്ദത്തിനുണ്ടാം എന്താപത്തും തടുത്തിട്ടനുപമ ഭവികം നൽകുമെൻ ചിത്സ്വരൂപ. സന്താപം തീർന്നു മേന്മേൽ കുശലമണയുവാൻ സിന്ധുജാകാന്തനാം എൻ കാന്തള്ളൂരാധിനാഥ തവ പദകമലം സന്തതം കുമ്പിടുന്നേ. വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ ഭാഗവതം ആസ്വദിക്കാൻ വന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും സാദരം നമസ്കാരം.
ഗുരുനാഥൻ രാജസൂയം എന്ന വിഷയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് എപ്പോഴും പറയാറുള്ളത്, കേവലം ഭാഗവതത്തിലെ ഒരു കഥയായിട്ടല്ല രാജസൂയം നമ്മുടെയൊക്കെ ജീവിതമായിട്ട് വേണം കണക്കാക്കാൻ. ഈ ജീവിതം ആകുന്ന രാജസൂയ യാഗത്തിൽ എല്ലാമായി ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ നിൽക്കണു. പാണ്ഡവരുടെ രാജസൂയ യാഗത്തിന് വരുന്ന ജനങ്ങളുടെ കാല് കഴുകിക്കുന്നത് മുതൽ അവരെ ഭുജിപ്പിച്ച് അവരുടെ ഇലയെടുത്ത് അവരെ സന്തോഷത്തോടുകൂടി തിരിച്ച് യാത്രയാക്കുന്നത് വരെയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും സസന്തോഷം ഏറ്റെടുത്ത് അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തനിക്ക് ഒരു കുറവും വരില്ല എന്ന ഉറപ്പോടു കൂടിയിട്ട് ഭഗവാൻ സന്നദ്ധനായി തുടക്കം മുതൽ ഒടുക്കം വരെ ഒരിക്കൽ പോലും യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ആജ്ഞയെ അതിവർത്തിക്കാതെ ഒരു ദാസനെപ്പോലെ അവിടെ പ്രവർത്തിച്ചു എന്നുണ്ടെങ്കിൽ ആ സന്നദ്ധത, ആ സേവാഭാവം, ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതമാകുന്ന രാജസൂയത്തിൽ നമുക്കും ആ ഭഗവത് ഭാവങ്ങൾ ഇഴചേർത്ത് ജീവിക്കുമ്പോഴേ നമുക്കും ആ ജീവിതം വേണ്ടതുപോലെ ആവുള്ളൂ. ഈശ്വര കൃപ നമ്മിലൂടെ പ്രതിഫലിക്കുന്നത് ഈ ദയാദികളാകുന്ന സത്യം, ദയ, തപസ് തുടങ്ങിയതായ സദ്ഗുണങ്ങളായിട്ടാണ് ഭഗവാന്റെ കൃപ നമ്മിലൂടെ പ്രതിഫലിക്കുന്നത്. ഞാൻ അവിടെ പോയി ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ നിലയും വിലയുള്ള ഈ എൻ്റെ അവസ്ഥ എന്താ? ഈ വരണ ആളുകളെയൊക്കെ കാല് കഴുകിക്കാൻ അവിടെ വേറെന്തെങ്കിലും നല്ല നല്ല ഉത്തരവാദിത്തങ്ങളില്ലേ? വരണ ആളുകളെ പൂജിക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ഭംഗിയായിട്ട് ചെയ്യും. എനിക്കെന്താ അത് പറ്റാത്തതുകൊണ്ടൊറ്റയാണോ അതെന്നെ ഏൽപ്പിക്കാത്തത്? ഈ വരണ ആളുകളുടെ ഇലയെടുക്കാനൊക്കെ എന്നെ ഏൽപ്പിക്കണോ എന്നൊന്നും ഭഗവാൻ വിചാരിച്ചിട്ടില്ല. അതിന് സന്നദ്ധനായി ഭഗവാൻ അത് ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണ് ഇന്ന് ഭഗവാന്റെ കീർത്തിശ്ച ദിക്ഷു വിക്ഷിപ്താഹ, എല്ലാ ദിക്കിലും ഭഗവാന്റെ കീർത്തി ഇങ്ങനെ പരിലസിക്കുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ പരിലസിക്കാൻ പാകത്തിലുള്ള പ്രവൃത്തി ഭഗവാൻ ചെയ്തതുകൊണ്ടാണ് എന്നർത്ഥം. ഇങ്ങനെയുള്ള മഹത്തായ രാജസൂയ മഹായാഗത്തിൻ്റെ കഥയാണ് നമുക്ക് ഇപ്പോൾ വിചാരിക്കാനുള്ളത്. പ്രഭാതത്തിൽ കോഴി കൂവുന്ന ശബ്ദം കേൾക്കാറായാൽ ഭഗവാൻ എഴുന്നേൽക്കും. അപ്പോഴേക്കും ഭഗവാന്റെ പത്നിമാർക്കൊക്കെ ശുണ്ഠി വരികയായി. ഈ കോഴി രാവിലെ തന്നെ എണീറ്റ്, ഇതിന് വേറെ പണിയൊന്നുമില്ല, കുറച്ചു നേരം കൂടിയും കിടന്നുറങ്ങിക്കൂടെ? ഈ ഡിസംബർ ജനുവരി സമയത്ത് ഈ തണുപ്പ് കാലത്ത് വെളിച്ചാകുമ്പോൾ വെറുതെ എഴുന്നേറ്റ് കൊക്കോ പറയാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഭഗവാൻ കണ്ടില്ല എഴുന്നേറ്റ് പോയത് എന്ന് അവർക്ക് ഗൃഹീത കണ്ഠ്യ പതിഭിർമാധവ്യോ വിരഹാതുര ഭഗവാൻ എഴുന്നേറ്റ് പോകുമല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് അവർ വെളിച്ച എഴുന്നേറ്റാൽ ആദ്യം ഈ കോഴികളെ കുറിച്ചിട്ട് ഒരു കൂട്ടം പറയുകയൊക്കെ പതിവ്. എന്തായാലും പ്രാതഃകാലത്ത് എഴുന്നേൽക്കൽ കഴിഞ്ഞാൽ കുറച്ച് നേരം ആ ആത്മസ്വരൂപത്തെ സ്വയം ഭഗവാൻ ധ്യാനിക്കും. ധ്യാനം കഴിഞ്ഞാൽ പിന്നെ കുളിതേവാരങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഗോവിപ്രദേവതാവൃദ്ധഗുരൂൻ ഭൂതാനി സർവശഃ നമസ്കൃത്യാത്മസംഭൂതി മംഗളാനി സമസ്പൃശത്. ഭഗവാൻ പിന്നെ ഗുരുനാഥന്മാര്, ഗോക്കള്, സജ്ജനങ്ങള് ഇങ്ങനെയുള്ളവരെയൊക്കെ വേണ്ടതുപോലെ ബഹുമാനിച്ച് അവർക്ക് വേണ്ട ദാനങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഇതൊക്കെ നിത്യത ഭഗവാൻ ചെയ്യണതാണ് അർത്ഥം. എപ്പോഴെങ്കിലും ഇന്നിപ്പോൾ എന്താ അമ്പലത്തിൽ തൊഴാൻ വന്നേക്കുള്ളത്, ഇന്ന് കുട്ടിയുടെ പിറന്നാളാ അതുകൊണ്ട് വന്നതാ, അങ്ങനെ എന്നെങ്കിലും ചില ദിവസമല്ല. ഗോവിപ്രദേവതാ വൃദ്ധ ഗുരൂൻ ഭൂതാനി സർവശ. ഒരു ഗൃഹസ്ഥനായിട്ട് കഴിഞ്ഞുകൂടുന്ന സമയത്ത് ആ ഗൃഹസ്ഥൻ്റെ ഉത്തരവാദിത്തമാണ് പഞ്ചഭാക്കുകളൊക്കെ വേണ്ടതുപോലെ ദാനം ചെയ്യുക എന്നുള്ളത്.
അപ്പോൾ ഗുരുനാഥന്മാർ, ദേവതകൾ, പിതൃക്കൾ, ജീവജാലങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അതിഥികൾ, ഇവർക്കൊക്കെ വേണ്ടത് കൊടുക്കുക. അത് പ്രതിദിനം ഭഗവാൻ മുടക്കാണ്ട് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ആ സഭയിലേക്ക് പോവാറായി. സുധർമ്മ എന്നുള്ള സഭയിലേക്ക് പോണ സമയത്ത് ആ സഭയിലേക്ക് ഒപ്പം പുറപ്പെടാൻ ഭഗവാന്റെ സന്തത സഹചാരികളായിട്ടുള്ള ത്വം ഹി നഃ പരമം ചക്ഷുഹു എന്നൊക്കെ ഭഗവാൻ വിശേഷിപ്പിച്ചിട്ടുള്ള ത്വം മേ ഭൃത്യഃ പ്രിയഃ സഖാ. അല്ലയോ ഉദ്ധവ, ഉദ്ധവൻ എനിക്ക് ആരാണ്? ഉദ്ധവൻ എനിക്ക് പ്രിയപ്പെട്ടവൻ, പ്രിയമുള്ള ഒരാൾ. അങ്ങനെയല്ല, എൻ്റെ ഭൃത്യരിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരനാ ഉദ്ധവൻ എന്ന് പറയണ ആ ഉദ്ധവരും ഭഗവാന്റെ ആ സാത്യകിയും ഇങ്ങനെ രണ്ട് സജീവന്മാരോട് കൂടിയിട്ടാണ് ആ സുധർമ്മയിലേക്ക് അങ്ങോട്ട് പുറപ്പെടുക. അപ്പോഴാണ് അവിടെ അടുത്തൊരാൾ, ഭഗവാന്റെ തേര് തെളിക്കുന്ന ദാരുകൻ. ആ ദാരുകൻ താവത്സൂത ഉപാനീയ സ്യന്ദനം പരമാദ്ഭുതം സുഗ്രീവാദ്യൈർഹയൈര്യുക്തം പ്രണമ്യാവസ്ഥിതോഗ്രത. ആ ദാരുകൻ കുതിരകൾ 4 ആ സുഗ്രീവൻ, ബലാഹകൻ, ശൈബ്യൻ എന്നൊക്കെയുള്ള പേരുകളുള്ളതായ കുതിരകളെ പൂട്ടിയതായിട്ടുള്ള തേരിൻ്റെ അടുത്ത് പ്രണമിച്ചുകൊണ്ട് ആ ദാരുകൻ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഭഗവാൻ സന്തോഷമായിട്ട് അദ്ദേഹത്തെ ചെന്ന് ആ കൈ 2 കൂട്ടി പിടിച്ചതുമ്പോഴാണ് പിടിക്കുകയായി. ഗൃഹീത്വാ പാണിനാ പാണി സാരഥേ തമധാരുഹത്. അവിടുന്ന് അങ്ങോട്ട് രഥത്തിലേക്ക് കയറി. വൈ പൂർവാദ്രിമവ ഭാസ്കര, ഉദിച്ചു വരുന്ന സൂര്യനെ പോലെയാണ് ഭഗവാന്റെ ആ യാത്ര. എന്തൊരു ഭംഗിയാണത് കാണാൻ വേണ്ടിയിട്ട്. അന്തഃപുര സ്ത്രീകളൊക്കെ വഴിയിൽ വന്ന് നിൽക്കും. ഇതെന്നുള്ളതാ. നിത്യം നിരീക്ഷമാണാനാം യദപി ദ്വാരകൗകസാം നൈവ തൃപ്യന്തി ഹി ദൃശ ശ്രിയോധാമാംഗം അച്യുതം. എത്ര മനസ്സിരുത്തിയിട്ടാണ് ആ വാക്കുകളൊക്കെ അവിടെ വെച്ചേക്കണത്. ഇതിങ്ങനെ കാണുമ്പോൾ, എന്നും ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഒരു രസമൊക്കെ പോവില്ലേ? ഇത് അച്യുതനാണേ. അദ്ദേഹത്തിന് ച്യുതി ഒരു തരത്തിലുമില്ല, എന്നും ഒരേപോലെയാണ്. അച്യുതൻ, അനന്തൻ, ഗോവിന്ദൻ, അച്യുത ആനന്ദ ഗോവിന്ദൻ. ആ ഭഗവാൻ എന്നും നമ്മളെ രക്ഷിച്ചു കൊണ്ടിരിക്കണു എന്നൊരു ആനന്ദം അവർക്കുണ്ടാവണു. ഭഗവാന്റെ ച്യുതിയില്ലാത്തതായിട്ടുള്ള ആ ഐശ്വര്യത്തെ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കണു. നാശരഹിതമായിരിക്കുന്ന ശ്രീയെ അവർ ആസ്വദിച്ചു കൊണ്ടിരിക്കണു എന്നും. എന്നിട്ടും ഒരിക്കലും മടുത്തിട്ടില്ല. അവിടെ ചെന്നാൽ എല്ലാവരെയും വന്ദിക്കൽ കഴിഞ്ഞാൽ, ഭഗവാനെയും എല്ലാവരും വന്ദിക്കൽ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം പാട്ടും ആട്ടവും കൂത്തും ഈ വകയൊക്കെ ഉണ്ട്. നർമ്മസജീവന്മാർ ചില സല്ലാപങ്ങളൊക്കെ ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞാൽ എല്ലാവരുടെയും സുഖാന്വേഷണം ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് പതിവ്. അങ്ങനെയുള്ള പതിവുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം തത്രൈക പുരുഷോ രാജൻ ആഗതോ പൂർവദർശനഃ. അപൂർവദർശനായിട്ടുള്ള ഒരാൾ അന്ന് അങ്ങനെ ഒരു ദിവസം അവിടെ എത്തി. വിജ്ഞാപിതോ ഭഗവതേ പ്രതിഹാരൈ പ്രവേശിത. അവിടെ നിൽക്കുന്ന ആളുകൾ കടത്തിവിടട്ടെ എന്ന് ഭഗവാനോട് ചോദിച്ചു. ഭഗവാൻ കടത്തിവിട്ടോളാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ വന്നു, ഭഗവാനെ നമസ്കരിച്ചു. എവിടുന്ന് വരുന്നു എന്നൊക്കെ അന്വേഷിച്ചപ്പോഴാണ് യേ ച ദിഗ്വിജയേ തസ്യ സന്നതിം നയയുർനൃപാഃ പ്രസഹ്യരുദ്ധ തേനാസന്നയുതേ ദ്വേ
ഗിരിവ്രജേ ഗിരിവ്രജത്തിങ്കൽ മഗധയിലെ രാജാവായിട്ടുള്ള ജരാസന്ധൻ ആരൊക്കെ തനിക്ക് ദിഗ്വിജയക്കാലത്ത് കപ്പം തരാതെ തലകുനിക്കാതെ എന്നാണ്, അങ്ങനെയാണ്. ഏച്ച എന്ന സന്നതിം യയു, ആരൊക്കെ തന്നോട് തലകുനിച്ചില്ലയോ അവരെയൊക്കെ ഗുഹാന്തർഭാഗങ്ങളിൽ അടച്ചിട്ടിട്ടും മറ്റും ഉപദ്രവിച്ചിട്ട് ജരാസന്ധൻ ബുദ്ധിമുട്ടിക്കുകയാണ്. ഏകദേശം ഒരു 10,000-20,000 പേരുണ്ട്. ഒരു ദിക്കിൽ 20,000 എന്ന് പറയുന്നുണ്ട്, മറ്റൊരു ദിക്കിൽ 20,008 അത്ര ആളുകൾ. ഇവരെല്ലാവരും കൂടിയും ഭഗവാനോട് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. കൃഷ്ണ കൃഷ്ണ അപ്രമേയാത്മൻ പ്രപന്നഭയഭഞ്ജന വയം ത്വാം ശരണയ്യാമോ ഭവഭീതാഃ പൃഥഗ്ദൃശഃ. എല്ലാം അങ്ങാണ് എന്നറിയാതെ പൃഥഗ്ഭാവം കൊണ്ട് പലതുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് അങ്ങയെ നമസ്കരിക്കാണ്ടിരുന്ന ഞങ്ങൾ ഇപ്പോൾ ഒട്ടൊരു കാര്യബോധമൊക്കെ വന്ന് അങ്ങയെ നമസ്കരിക്കാൻ തീർച്ചയാക്കിയിരിക്കുന്നു. ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. ലോകോ വികർമ്മനിരതഃ കുശലേ പ്രമത്തഃ കർമ്മണ്യയം ത്വദുദിതേ ഭവദർച്ചനേ സ്വേ യസ്താവദസ്യ ബലവാനിഹ ജീവിതാശാം സദ്യശ്ചിനത്യനിമിഷായ നമോസ്തു തസ്മൈ. ഇവിടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും അവരവരുടേതായിട്ടുള്ള വർണ്ണാശ്രമധർമ്മങ്ങളെ ആചരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങയുടെ തന്നെ വാക്ക് അനുസരിച്ചു കൊണ്ട് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ശരിയായ താല്പര്യം എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നതിൽ അന്തർലീനമായിരിക്കുന്ന വാക്ക് അതെന്നവർ ഉൾക്കൊള്ളുന്നു. ആ നിമിഷം ബലവാനിഹ ജീവിതാശാം സദ്യശ്ചിനത്തി പൊട്ടി തെറിപ്പിക്കുന്നു. ഭിദ്യത്തെ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി. ആ സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടതെന്ന് ഞങ്ങൾക്ക് മോഹമുണ്ട്. പക്ഷേ അല്ലയോ ഭഗവാനെ, അങ്ങ് ഇവിടെ വന്ന് അവതരിക്കാൻ തയ്യാറായിട്ടും ധർമ്മ സംസ്ഥാപനാർത്ഥം ഇവിടെ വന്ന് അവതരിക്കാൻ തയ്യാറായിട്ടും അങ്ങയെ കണ്ടു നടിക്കാണ്ട് കഴിഞ്ഞുകൂടി ഞങ്ങൾക്ക് ആ കർമ്മപാശം അതെത്ര ബലിഷ്ഠമാണ്, അത് ഞങ്ങളെ എങ്ങനെ പിടിച്ചു മുറുക്കും എന്നുള്ളത് ഇപ്പം മനസ്സിലായി. മഗധാഹ്വയ കർമ്മപാശ. ഇന്ന് ഈ മഗധയിലെ രാജാവ് ജരാസന്ധൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ കർമ്മപാശം ഞങ്ങളെ തന്നെ ബാധിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങേക്കല്ലാതെ വേറെ ആരക്കാ സാധിക്കുക? യോ വൈ ത്വയാ ദ്വിനവകൃത്വ ഉദാത്ത ചക്ര ഭഗ്നോ മൃധേ ഖലു ഭവന്തമനന്തവീര്യം ജിത്വാ നൃലോകനിരതം സകൃദൂഢദർപ്പോ യുഷ്മത് പ്രജാരുജതി നോജിത തദ്വിധേഹി. ഭഗവാനെ ദ്വിനവകൃത്വ 18 തവണ അങ്ങയോട് ഈ വിദ്വാൻ യുദ്ധത്തിന് വന്നതല്ലേ, അതിന് 17 തവണയും അങ്ങ് അയാളെ തോൽപ്പിച്ച് പറഞ്ഞയച്ചു. 18ാമത്തെ തവണ ഈ ജരാസന്ധനെ ജയിക്കാൻ എന്നെ കൊണ്ട് വയ്യ എന്നങ്ങോട്ട് നടിച്ചു. അങ്ങനെ അങ്ങ് തോറ്റോടിയതുപോലെ നടിച്ചതോട് കൂടിയിട്ട് അവനെന്താ തോന്നിയത്? സകൃതു ഊഢദർപ്പ. ഒറ്റ തവണയെ അങ്ങ് അവനെ വെറുതെ വിട്ടുള്ളൂ. പക്ഷെ അവൻ്റെ ദർപ്പമോ അഹങ്കാരമോ അതോടുകൂടി വർദ്ധിച്ചു. മാത്രമല്ല
അങ്ങയാൽ പാലിക്കപ്പെടേണ്ടവൻ. അങ്ങേക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്നിരിക്കണ്ട കേട്ടോ. അല്ല, അതൊക്കെ നിങ്ങൾ വേറെ ആരോടെങ്കിലും പറഞ്ഞോളൂ, എന്നോടൊന്നും എങ്ങനെ പറയണോ? എത്ര ആളുണ്ട് അവിടെ, അവരോടൊക്കെ പറഞ്ഞാൽ പോരെ എന്ന് വിചാരിച്ചാൽ പറ്റില്ല. ഞങ്ങളൊക്കെ അങ്ങയെ ആശ്രയിച്ച് പുറപ്പെട്ടവരാണ്. അപ്പോൾ പ്രപന്ന ജനതകളെ അനുഗ്രഹിക്കേണ്ട ഉത്തരവാദിത്വം അങ്ങേക്കുണ്ട്. അങ്ങയുടെ യുഷ്മത് പ്രജ രുചതി നോജിത തദ്വിധേഹി. അങ്ങയെ ആശ്രയിച്ചവരല്ലേ ഞങ്ങൾ, അങ്ങ് ഉപേക്ഷിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ആരാളുള്ളത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ പിന്നെ ഭഗവാൻ അനങ്ങാതിരിക്കില്ല. നാരായണീയത്തിൽ സനകാദികളുടെ ശാപം നിമിത്തം ഭൂമിയിലേക്ക് വരാൻ പോണു ജയവിജയന്മാർ. അപ്പം ഭഗവാൻ അവരോട് പറയുകയാണ്, ഭാഗവതത്തിലും കാണാം, നിങ്ങൾ വേഗം കിടഞ്ഞ് വരണം കേട്ടോ, എനിക്ക് നിങ്ങളെ ഇങ്ങനെ കാണാണ്ട് അധികം നേരം ഇരിക്കാൻ വയ്യ. അപ്പം നിങ്ങൾ തിരിച്ചു വരവ് അത് വേഗമാവണം. കാരണം അനന്യനാഥൗ അഥ പാർഷദൗ അവരനന്യനാഥരാണ്. ഞാൻ വിട്ടാൽ എൻ്റെ പാർഷദരെ പിന്നെ പിടിക്കാൻ ആരുമില്ല. അവർക്ക് ഇത്തിരി അബദ്ധമൊക്കെ പറ്റിച്ചാലും, കുട്ടികൾ ചിലപ്പോൾ ഇത്തിരി വികൃതിയൊക്കെ കാട്ടിച്ചാലും അച്ഛനമ്മമാർക്ക് അവരെ കാണാണ്ടിരിക്കാൻ പറ്റുമോ? അതുപോലെയാണ് ഗുരുവായൂരപ്പൻ നമ്മളോടുള്ള വാത്സല്യം. അപ്പം അങ്ങനെയുള്ള ആ വാത്സല്യവാരിധിയായിട്ടുള്ള ഭഗവാനോട് യുഷ്മത് പ്രജ, അങ്ങയുടെ ആൾക്കാരാണ് കേട്ടോ, അങ്ങയെ ആശ്രയിച്ചവരാണ് കേട്ടോ, ഞങ്ങളിങ്ങനെ ദുഃഖിക്കാൻ പാടുള്ളതാണോ ഭഗവാനെ എന്നങ്ങടെ ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ, ആ ആത്മാർത്ഥത ഇല്ലായ്ക കൊണ്ടാണ് പലപ്പോഴും നമ്മളെ ഭഗവാൻ കാണാത്തത്. കാരണം അങ്ങനെയുള്ളൊരു ബന്ധമല്ല മിക്കവാറും ആളുകളൊക്കെ ഭഗവാനോടുള്ളത്. ഈശ്വരനോടൊരു ഭീതിയോ ഒരടുക്കാൻ പ്രയാസമോ ഒക്കെയാണ്. അതല്ല വേണ്ടത്. എൻ്റെ സ്വന്തമാണ് ഭഗവാൻ എന്നുള്ളൊരു ഭാവം ആ ഭഗവാനോട് ഉണ്ടാവുമ്പോൾ, എപ്പോഴും ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ, തദനുസ്മരണധ്വസ്ത ജീവകോശ എന്ന് ഗോപസ്ത്രീകളെക്കുറിച്ച് സമന്തപഞ്ചകത്തിൽ പറയുന്നുണ്ട്. ഭഗവാനെ അനുസ്മരിച്ചത് നിമിത്തമായിട്ട് ധ്വസ്തമാക്കപ്പെട്ട ജീവകോശങ്ങളോടുകൂടിയവരാണ് ഗോപസ്ത്രീകൾ. അപ്പോൾ അവരുടെ ഉള്ളിൽ കൃഷ്ണനോടുണ്ടായിരുന്നതായ ആ കാമഭാവം പുനഃസ്മരയന്തി നന്ദഗോപസുതം ബത. അവർക്ക് വൃന്ദാവനത്തിൽ എന്ത് കാഴ്ച കാണുമ്പോഴും ഭഗവാനെക്കുറിച്ച് ഓർമ്മ വന്നതുകൊണ്ട് മധുരയ്ക്ക് ഗതനായ ഭഗവാനെക്കുറിച്ച് അവരെപ്പോഴും ഓർത്തു. രാമൻ്റെ കൂടെ മധുരയ്ക്ക് പോയ എന്നെ ഓർത്തിട്ടുള്ള ദുഃഖം കൊണ്ട് പ്രപഞ്ചത്തിൽ പിന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു വസ്തുണ്ട് എന്ന് ഗോപികമാർക്ക് തോന്നിയിട്ടേ ഇല്ല ഉദ്ധവ. അറിയോ ഉദ്ധവർക്ക്? തേ നാധീത ശ്രുതിഗണ നോപാസിത മഹത്തമാ. അവര് വേദം പഠിച്ചവരല്ല, അവർ മഹാത്മാക്കളെ ഉപാസിച്ചവരല്ല. ഔറതാതപസത്സംഗ മാം ഉപാഗതാഹ. കേവലം സത്സംഗം കൊണ്ട് എന്നെക്കുറിച്ച് ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരോടും എന്നെക്കുറിച്ച് പറയും. ആരെങ്കിലുമൊക്കെ വേറെ വല്ല വർത്തമാനമൊക്കെ പറയണ കേട്ടാൽ അവർ വേഗം തിരിച്ച് ഭഗവാനെക്കുറിച്ച് പറയും. അതല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് ചോദിക്കും. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അവരെൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം അങ്ങനെ പ്രപന്നഭാവത്തിൽ ആരാശ്രയിക്കുന്നുവോ അവരെ ഉപേക്ഷിക്കാൻ ഭഗവാൻ ഒരിക്കലും പുറപ്പെടില്ല. ഇതി മാഗധ സൻരുദ്ധ ഭവദ്ദർശനകാംക്ഷിണ പ്രപന്ന പാദമൂലം തേ ദീനാനാം സംവിധീയതാം. ഞങ്ങൾ ദീനന്മാരല്ലേ, അങ്ങനെയുള്ള അങ്ങ് ആശ്രയിച്ച അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കരുതേ എന്നിങ്ങനെ ആ രാജദൂതന്മാർ അവിടെ വന്ന് പറഞ്ഞതോട് കൂടിയിട്ട് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കെ തന്നെ
കനകന രുചിര കനക വസനീനു. അല്ലയോ പീതാംബരധാരിയായിരിക്കുന്നവേ, അങ്ങയെ കാണണേ എന്ന് അവർ പ്രാർത്ഥിച്ചപ്പോൾ പീതാംബരധാരിയായിരിക്കുന്ന പിംഗജടാഭാരം ധരിച്ചതായിട്ടുള്ള ആ നാരദ മഹർഷി അവിടെ വന്ന് പ്രത്യക്ഷപ്പെടുന്നു. ഇതെന്താ അത്? ഇദ്ദേഹം ഇപ്പം എവിടുന്ന് വന്നു എന്ന് വിചാരിച്ച് ഭഗവാൻ വേഗം ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തെ വേണ്ടതുപോലെ ആ പൂജിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഭഗവാൻ ചോദിച്ചു എന്നാണ് നാരദ മഹർഷിയോട്, അഭിസ്വിതദ്യ ലോകാനാം ത്രയാണാം അകുതോഭയം. ലോകത്തെ ത്രിലോകങ്ങളിലും എല്ലാവർക്കും സുഖല്ലേ? നനു ഭൂയാൻ ഭഗവതോ ലോകാൻ പര്യടതോ ഗുണ. അങ്ങേക്കറിയാലോ ലോകത്തുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ, കാരണം ത്രിലോകങ്ങളിലും സഞ്ചരിക്കുന്ന ആളല്ലേ. അങ്ങേക്കറിയാത്തൊരു കാര്യം ലോകത്താർക്കും അറിയില്ല. അതുകൊണ്ട് എന്തൊക്കെയാ, എല്ലായിടത്തും സുഖല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ദൃഷ്ടാ മയാ തേ ബഹുശോ ദുരത്യയാ മായ. ഗുരുവായൂരപ്പ, അങ്ങയുടെ മായയൊക്കെ എനിക്കറിയാം, ഞാൻ ധാരാളം അത് കണ്ടു. തിരുമുമ്പ് കണ്ടിട്ടേ ഉള്ളൂ. ആ ഭഗവാന്റെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് അവിടെ വന്ന് ആകെ വട്ടത്ത് തിരിഞ്ഞ്, അയ്യോ ഇനി മേലാൽ ഞാൻ ഇതിനൊന്നും പുറപ്പെടില്ല, അങ്ങയുടെ ഗീതങ്ങളൊക്കെ പാടി ഏതെങ്കിലുമൊക്കെ നടന്നോളാം ഗുരുവായൂരപ്പ എന്നൊക്കെ പറഞ്ഞ് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട്. ദൃഷ്ട മയാ തേ ബഹുശോ ദുരത്യയാ മായ വിഭോ വിശ്വസൃജശ്ച മായിനഃ. അങ്ങ് ബ്രഹ്മാദി ദേവന്മാരെ പോലും അങ്ങയുടെ മായ കൊണ്ട് പറ്റിക്കുന്ന ആളാ. അപ്പോൾ അങ്ങേക്കറിയാത്തതായിട്ട് എന്താ ഉള്ളത്? തവേഹിതം കോരിഹതി സാധുവേദിതും. ഗുരുവായൂരപ്പ, അങ്ങയുടെ ഇച്ഛയെ മറ്റൊന്നാക്കി തീർക്കാൻ ആർക്കാ സാധിക്കുക? അങ്ങ് എന്താ വിചാരിക്കണത് അതുപോലെ ഈ പ്രപഞ്ചത്തിലെല്ലാം നടക്കണം. ഇപ്പോൾ ഞാൻ വന്നത് പാരമേഷ്ഠ്യകാമനായിരിക്കുന്ന രാജാവ് യുധിഷ്ഠിരൻ രാജസൂയ മഹായാഗം ചെയ്യുകയും അങ്ങയെ ആരാധിക്കുകയും ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അതിനങ്ങ് സകുടുംബം വന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാനാണ് വന്നത്. അപ്പോൾ അവിടെ ഭഗവാന്റെ ഈ കൊട്ടാരത്തിൽ ഇങ്ങനെ കൈത്തരിപ്പുള്ള കുറേ ആൾക്കാർ കുറേ ദിവസമായിട്ടിങ്ങനെ പ്രത്യേകിച്ച് എക്സസൈസൊന്നും ഇല്ലാതിരിക്കുക. അപ്പോഴാണ് മഗധയിലെ രാജാവിനോട് ഒരു യുദ്ധത്തിനായിട്ട് ഭഗവാൻ പുറപ്പെടേണ്ടെന്നാണ് തോന്നണത്. എല്ലാവരും അവിടുന്ന് ചാടി പുറപ്പെട്ടു. തത്ര തേഷ്വാത്മപക്ഷേഷു അഗൃഹത്സു വിജിഗീഷയാ വാച പേശൈസ്മയൻ ഭൃത്യമുദ്ധവം പ്രാഹ കേശവഃ. അപ്പോഴേക്കും ഭഗവാൻ വേഗം അവരെയൊക്കെ തടുത്തു നിർത്തി. നിങ്ങളിങ്ങനെ അങ്കക്കലി പൂണ്ടാൽ പറ്റില്ല, ഇരിക്കൂ ആലോചിക്കട്ടെ, സാവധാനം മതി എന്ന് പറഞ്ഞ് ഭഗവാൻ ഉദ്ധവരോട് ചോദിക്കണു. ത്വം ഹി നഃ പരമം ചക്ഷുഃ സുഹൃത് മന്ത്രാർത്ഥതത്വവിത് തഥാത്ര ബ്രൂഹ്യനുഷ്ഠേയം ശ്രദ്ധധ്മാ കരവാമതത്. എത്ര മനോഹരമായിട്ടൊരു വാക്കാത്. തൻ്റെ ആ ഭരണത്തിൽ ഭഗവാൻ വിജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം വിതരണം ചെയ്യണതിലുള്ള ഭഗവാന്റെ ആ ഒരു രസം, അതിലുൾപ്പെടുത്തിയിരിക്കുന്നൊരു ലീല ഒന്ന് നോക്കൂ. ഇവിടെ ഉദ്ധവരോട് പറയുകയാണ്, ഉദ്ധവരെ, അങ്ങ് എൻ്റെ ഏറ്റവും പരമം ചക്ഷു, രാജചക്ഷുസ് എന്നാണ് മന്ത്രിമാരെക്കുറിച്ച് പറയുക. അങ്ങേ ഉദ്ധവരെൻ്റെ കണ്ണാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ കണ്ണെന്നുള്ള അർത്ഥത്തിലല്ല, അവിടെ രാജാവിൻ്റെ ചക്ഷുസ്സുകൾ, ചാരചക്ഷുസ് എന്നാണ് രാജാവിൻ്റെ ഒരു പര്യായ പദം. ചാരന്മാരാകുന്ന കണ്ണുകളോട് കൂടിയവൻ. അപ്പോൾ അതിൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മന്ത്രിയും സജീവനും എല്ലാമാണ് അങ്ങ്. അപ്പോൾ അങ്ങനെയുള്ള അല്ലയോ ഉദ്ധവരെ, അങ്ങ് എൻ്റെ ഏറ്റവും സുഹൃത്താണ്. അതുകൊണ്ട് അങ്ങ് പറയണത് ഞാൻ കേൾക്കാം എന്നല്ല. പിന്നെയോ
മന്ത്രാർത്ഥ തത്വവിത്ത്, അങ്ങനൊരു യോഗ്യതയുള്ള ആളാണ്. ബൃഹസ്പതേ പ്രാപ്ത നയം, അങ്ങനെയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള ആളാണങ്ങ്. നയതന്ത്രജ്ഞനാണങ്ങ്, മന്ത്രവിത്താണങ്ങ്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണോ അത് പറയൂ. എന്നാൽ അത് ശ്രദ്ധധ്മ കരവാമ, അത് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം, ചെയ്തോളാം. നോക്കൂ, ഇതാണോ ഇപ്പോൾ ഉള്ള ഭരണാധികാരികൾ അവരുടെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യണ സമയത്ത് വെക്കണ ഒരു ഭാവം ആണോ? ഉദ്ധവരോട് ഭഗവാൻ പറയണത് നോക്കൂ, ശ്രദ്ധധ്മ കരവാമ, ശ്രദ്ധിച്ചോളാം, ചെയ്തോളാം. എന്താ ഉദ്ധവർ പറയണത്? കാരണം ഉദ്ധവർക്ക് അതിനുള്ള ആ ഒരു ബോധം വേണ്ടതുപോലെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഉദ്ധവരെ ആ ഇരുത്തിയിരിക്കുന്നത്. ഇവിടെ ഈ രാജസൂയത്തിൽ ഈ ഒരു രീതി ഇത് പല ദിക്കിലും കാണാൻ സാധിക്കും. അതൊക്കെയാണ് ഈ ശിശുപാലനൊക്കെ ദേഷ്യം വരാൻ തന്നെ കാരണം. ഈ ബാലവാക്യൈഹി, ഈ ചെറിയ ചെറിയ ചെക്കന്മാർ പറയണതാണോ കേൾക്കേണ്ടത് എന്നൊക്കെ ചോദിക്കണമല്ലോ ശിശുപാലൻ. അപ്പം സഹദേവൻ പൂജാകാര്യങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ ആലോചിക്കണം അദ്ദേഹം പറഞ്ഞത് കേൾക്കേണ്ടിയിരുന്നു. അതുണ്ടെങ്കിലേ അദ്ദേഹത്തെ ഏൽപ്പിക്കേണ്ടുള്ളൂ. അപ്പം ഇവിടെ അതൊക്കെയാണ്. ആ ഉദ്ധവരെ അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ധവർ പറയണതനുസരിക്കാൻ സന്നദ്ധനാണ്. അങ്ങനെ ഉദ്ധവർ പറഞ്ഞു, അങ്ങേക്ക് ഒന്നും അറിയാഞ്ഞിട്ടല്ല, എന്നാലും എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. രാജസൂയ മഹായാഗത്തിൽ എന്തായാലും യഷ്ടവ്യം രാജസൂയേന ദിക്ചക്രജയിനാ വിഭോ അതോ ജരാസുതജയഃ ഉഭയാർത്ഥോ മതോ മമ. രാജസൂയം ഒരാൾക്ക് ചെയ്യാൻ സാധിക്കപ്പോളാ ദിക് ചക്രജയിന യഷ്ടവ്യം. ദിക് ചക്രത്തെ ജയിക്കണം, ദിഗ്വിജയം ചെയ്ത ഒരാൾക്കേ രാജസൂയം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം എന്തായാലും ജരാസന്ധനെ ജയിക്കാതെ രാജസൂയം മുഴുവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ട് നിലയ്ക്കും നമുക്കിപ്പോൾ രാജസൂയത്തിന് പോവലാണ് ഉത്തമം. മാത്രമല്ല അസ്മാകഞ്ച മഹാനർത്ഥ, പിന്നെയോ ഒരു ഉത്തരവാദിത്വമുള്ള മന്ത്രി എന്ന നിലയ്ക്ക് ഉദ്ധവർ പറയണു നമുക്കും ഇതുകൊണ്ട് പ്രയോജനമുണ്ട്. അതും കൂടി വേണമല്ലോ. എല്ലാവർക്കും സമ്മതമായി, എല്ലാവർക്കും ഇഷ്ടമുള്ളതൊക്കെ കാട്ടി, അവസാനം നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഞങ്ങൾ നഷ്ടപ്പെട്ടു വെച്ചാൽ പിന്നെ ഇപ്പം എന്താ ഒരു രാജ്യാധികാരത്തിന് പ്രത്യേകത ഉള്ളത്? രാജാവായിട്ടിരിക്കുമ്പോൾ എന്താ എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് നന്മയെ പറയാൻ ഉണ്ടാവാനും പാടുള്ളൂ, അദ്ദേഹത്തെ കൊണ്ട് ആ രാജ്യത്തിനും അദ്ദേഹത്തിനും നന്മയുണ്ടാവാനും പാടുള്ളൂ, അല്ലാണ്ട് വയ്യ. അപ്പോൾ നമുക്കുണ്ട് ഇതുകൊണ്ട് ഉപകാരം എന്നാണ് പറയണത്. എന്താ ഉപകാരം? യശശ്ച തവ ഗോവിന്ദ രാജ്ഞോ ബദ്ധാൻ വിമുഞ്ചത. ഈ ബദ്ധരായി കിടക്കുന്ന രാജാക്കന്മാരെ മോചിപ്പിച്ചാൽ അത് അങ്ങയുടെ യശസ്സിനെ ഇരട്ടിയാക്കുകയുള്ളൂ, യാതൊരു സംശയവുമില്ല. അങ്ങയെക്കുറിച്ച് എല്ലാവർക്കും ബഹുമാനം ഉണ്ടാവുള്ളൂ. എല്ലാ രാജാക്കന്മാർക്കും അവർക്കുള്ളതായിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൗകര്യം ഉണ്ടാക്കുമ്പോൾ ഒരു രാജ്യം അത് നേരെയാവണ സമയത്ത് ആ രാജ്യത്തുള്ള ഭരണാധികാരിയുടെ പ്രവൃത്തി കൊണ്ട് വേറൊരു രാജ്യത്തുള്ള ആൾക്കൊരു ഉപകാരം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ ഭരണാധികാരിയെക്കുറിച്ച് അവർക്കെന്താ അഭിപ്രായം ഉണ്ടാവുക? അല്ലേ? അങ്ങ് നേരെയായാൽ എല്ലാവരും നേരെയായി എന്നർത്ഥം എന്നാണ്. അങ്ങയെക്കുറിച്ച് ഇനി ഭാവിയിലുള്ളവർ അതാ പറയാൻ പോണത് എന്ന് ഉദ്ധവർ ഭഗവാനോട് പറയണു. മാത്രമല്ല ഈ ജരാസന്ധനെ അങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് ജയിക്കാനൊന്നും പറ്റില്ല, നല്ല ബലശാലിയാണ്. ദ്വൈരഥേ സതുജേതവ്യഃ, ദ്വൈരഥത്തിലാണ് ആ ജരാസന്ധനെ ജയിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ദ്വന്ദ്വയുദ്ധം. മാശതാക്ഷൗഹിണീയുതഃ, വലിയ സൈന്യമൊക്കെ ആയിട്ട് പോയാൽ അദ്ദേഹത്തെ ജയിക്കാനൊന്നും പറ്റില്ല. പിന്നെ അദ്ദേഹത്തെ ജയിക്കാൻ കുറച്ച് എളുപ്പത്തിൽ കാര്യം നടക്കാൻ ഒരു വിദ്യയുണ്ട്. അതെന്താ വിദ്യ? ബ്രഹ്മണ്യഃ അഭ്യർത്ഥിതഃ വിപ്രൈഃ ന
പ്രത്യാഖ്യാതി കരിഹിച്ചിത്ത് ബ്രഹ്മണ്യന. എന്താണ് ആ ജരാസന്ധൻ്റെ വീക്ക് പോയിന്റ്? അതെന്താണ്? ബ്രഹ്മണ്യന. അപ്പം ആ ബ്രഹ്മണ്യത അദ്ദേഹത്തിനുള്ളത് കൊണ്ട് ബ്രാഹ്മണരെന്തെങ്കിലും പറഞ്ഞു എന്നാൽ കരിഹിചിതബി പ്രത്യാഖ്യാതി, തിരിച്ച് ഒന്നോട് പറയില്ല, ഓ അങ്ങനെ പറയുള്ളൂ, അങ്ങനെ ആവാം എന്ന് പറയുള്ളൂ. അപ്പം എന്താ വേണ്ടത്? ബ്രഹ്മവേഷധരോ ഗത്വാ താം ഭിക്ഷേത വൃക്കോദരഃ. ബ്രാഹ്മണ വേഷം കെട്ടിച്ചെന്ന് ഭീമസേനൻ ദ്വന്ദ്വയുദ്ധയാചിച്ചു മേടിക്കട്ടെ. ഹനിഷ്യതി ന സന്ദേഹോ ദ്വൈരഥേ, ദ്വൈരഥത്തിൽ സംശയ ഭീമസേനൻ ജരാസന്ധനെ വധിക്കും. എന്താ അത്ര സംശയമില്ലാത്തത്? തവ സന്നിധൗ, അങ്ങില്ലേ, അങ്ങൊപ്പുണ്ടെങ്കിൽ ഗോപാലമേവ ദൈവതം ഭജേ സദാ, ഗോപാലമേവ ദൈവതം ഭജേ സദാ, ഗോപാലം ഏവ ദൈവതം എന്ന ഭാവത്തിൽ അങ്ങയെ ഭജിക്കുന്നവരല്ലേ പാണ്ഡവർ. അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെ എന്താ സംശയമുള്ളത്? ജയം വരുമോന്ന്? ഇങ്ങനെ മൂന്ന് ലോകങ്ങളിലും അങ്ങയുടെ യശസ് ഇപ്പോൾ തന്നെ പാടപ്പെടുന്നു, അത് വൃദ്ധിപ്പെടുകയുള്ളൂ ജരാസന്ധവധം കൊണ്ട് എന്ന് പറഞ്ഞ് ഉദ്ധവർ പുറപ്പെടുവിച്ചു. അതോടുകൂടി ഭഗവാൻ ഇതാ ധാരാളം ആ സൈന്യത്തെയൊക്കെ നേരെയാക്കി സാധനങ്ങളൊക്കെ എടുത്തും കൊണ്ട് പോവാനായിട്ട്, അതായത് ഇവർ കുറിക്കൂട്ടുകളടക്കം പാക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പോവാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ആ പോവാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി, കമ്പിളിപ്പുതപ്പുകൾ ഇതൊക്കെ, അതുപോലെ മറ്റുള്ള വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ഇതൊക്കെ തയ്യാറാക്കിയിട്ടുള്ള ആളുകൾ. പിന്നെ നൃവാജി കാഞ്ചന ശിബികാഭി അച്യുതം, ചിലരെ ആളുകളുടെ പുറത്ത് കയറിയിട്ട് പോണവരുണ്ട്, കഴുത്തിലൊക്കെ അങ്ങനെ എന്താ ഏറ്റണ ആൾക്കാരുണ്ട്, അങ്ങനെ പോണവരുണ്ട്. പിന്നെ കുതിരപ്പുറത്ത്, പിന്നെ മഞ്ചലിൽ, പിന്നെ രഥത്തിൽ, ആനപ്പുറത്ത്, ഇങ്ങനെയൊക്കെ ധാരാളം സാധന സാമഗ്രികളൊക്കെ ആയിട്ട് എല്ലാവരും തയ്യാറാവൽ കഴിഞ്ഞു. ആ സമയത്ത് സംകർഷണമനുജ്ഞാപ്യ യദുരാജം ച, വേഗം ആ ഏട്ടനെയും ഉഗ്രസേന രാജാവിനെയും ചെന്ന് നമസ്കരിച്ചു. പുറപ്പെടട്ടെ എന്ന് ചോദിച്ച് ഭഗവാൻ ആ രഥത്തിൽ അങ്ങോട്ട് കയറി പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോഴോ എന്താ ആ പാണ്ഡവരുടെ ഒരു സന്തോഷം! ഭഗവാൻ വന്നിട്ടുണ്ട് എന്നറിഞ്ഞതോടുകൂടി തന്നെ യുധിഷ്ഠിര മഹാരാജാവ് അവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ടു. പുറത്തേക്കിറങ്ങി ആ രാജ്യ അതിർത്തിയിൽ ചെന്ന് ഭഗവാനെ സ്വീകരിക്കണു. വരണ വഴിയിലുള്ള ആളുകൾ താമ്പൂലം കൊണ്ടും മാലകൾ കൊണ്ടും പൂക്കൾ കൊണ്ടും നിറപറ വെച്ചിട്ടും ഇങ്ങനല്ലേ ഭഗവാനെ ഭംഗിയായിട്ട് സ്വീകരിച്ചു. പാണ്ഡവരെല്ലാവരും ഭഗവാനെ ആലിംഗനം ചെയ്യണു. യുധിഷ്ഠിര മഹാരാജാവ് അനേക കാലമായി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വീണ്ടും വീണ്ടും സസ്വജേഥ പുനഃ പുനഃ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്തു എന്നാണ്. ഭീമസേനനും അർജുനനും നകുല സഹദേവന്മാരും ഒക്കെ വേണ്ടതുപോലെ ഭഗവാനെ സ്നേഹാശ്ലേഷങ്ങളെ കൊണ്ടും പാദ നമസ്കാരങ്ങളെ കൊണ്ടും ഒക്കെ സന്തോഷിപ്പിച്ചു. കാർന്നവന്മാരെയും ഒക്കെ ഭഗവാനെ അങ്ങടും വേണ്ടതുപോലെ നമസ്കരിച്ചു. അങ്ങനെ ആ കൊട്ടാരത്തിലേക്കുള്ള യാത്രയാണ്. അപ്പം ദൂരത്ത് ഉയർന്നു പൊങ്ങുന്നതായിട്ടുള്ള ധൂപങ്ങളുടെ ഇടയിലൂടെ ഉയർന്ന കൊടിക്കൂറ പാറുന്ന താഴികക്കുടങ്ങളെ കൊണ്ട് അലങ്കരിച്ച എന്തിന് സംസിക്തവർമ്മകരിണാം മദഗന്ധതോയൈ ചിത്രധ്വജൈ കനകതോരണപൂർണകുംഭൈ
മൃഷ്ടാത്മഭി നവദുകൂലവിഭൂഷണസ്രഗന്ധൈഃ നൃഭിര്യുവതിഭിശ്ച വിരാജമാനം. ആ പോണ വഴിക്ക് ഈ മദഗജങ്ങളങ്ങനെ മുമ്പിൽ നടക്കുക. ആനയും കിട്ടും നടന്നാൽ പിന്നെ വഴിയില്ലാണ്ടിരിക്കില്ല. അപ്പോൾ ആദ്യം ആ ഘോഷയാത്രയുടെ തുടക്കത്തിൽ ആന, പിന്നെ ആനക്കമ്പക്കാരും ആന പോയാൽ അതിൻ്റെ പിന്നാലെ പൊക്കോളും. ധാരാളം ഉപദ്രവമുള്ള കൂട്ടരാവിൽ ഈ ആനക്കമ്പക്കാർ ആനയുടെ ആ കാലിൻ്റെ ഇടയിലും വാലിൻ്റെ ഇടയിലും ആയിട്ട് ഇങ്ങനെ തിക്കി തിരക്കി നടക്കും. അപ്പോൾ അവർ ആനയുടെ പിന്നാലെ പൊക്കോളും. അങ്ങനെ ആന പോയി കഴിഞ്ഞാൽ തന്നെ കുറേ വഴി. ആ ആനകളിങ്ങനെ നടന്നിട്ടുള്ള ആനയുടെ മധുഗന്ധത്തിൻ്റെ വാസനയാണ് എന്നർത്ഥം. ആ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അവിടേക്ക് പോണ വഴിയിലൊക്കെ അല്ലേ, ആ ആനയുടെ വാസന വന്നാൽ തന്നെ ഒരു ഉത്സവ പ്രതീതിയാണ് അല്ലേ. ആ ആനയുടെ വാസന വരുമ്പോൾ എന്തോ ഒരാഘോഷമായിട്ടുണ്ട് ഇവിടെ എന്ന്. കാരണം മുമ്പിൽ നടക്കാനുള്ള ആളാണ് ആര്? ഈ പിള്ളയാർ. അപ്പോൾ അവരങ്ങോട്ട് മുമ്പിൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനൊരു വിഘ്നമില്ല എന്നർത്ഥം. അങ്ങനെയുള്ള ആ രാജധാനി കുരുരാജധാമ, അവിടേക്ക് അങ്ങനെ കയറി ചെന്നു. അപ്പോഴേക്കും അന്തഃപുരത്തിലുള്ള ആളുകളെല്ലാവരും ഭഗവാനെ സ്വീകരിക്കാനെത്തിയിട്ടുണ്ട്. മാത്രമല്ല പൃഥാവിലോക്യ ഭ്രാത്രേയം കൃഷ്ണം ത്രിഭുവനേശ്വരം. ഭുവനേശ്വരനായിരിക്കുന്ന ഭഗവാനിതാ തങ്ങൾ താമസിക്കുന്ന ഭവനത്തിലേക്ക് വരുന്നു എന്ന് കണ്ട് ആ കുന്തിദേവി വേഗം പര്യങ്കാത് സസ്നുഷാ പ്രീതാത്മോത്ഥായ പര്യങ്കാത് കിടക്കായിരുന്നു, വയ്യ. എന്നാലും കൃഷ്ണ വരുന്നു എന്നാണ് കേൾക്കുമ്പോൾ ഓർമ്മ വരണത് എന്താ? അന്ന് ആ വൃന്ദാവനത്തിൽ അമ്പാടിയിൽ യശോദ അങ്ങനെ കയ്യ് പിടിച്ച് വേണോ അടി എന്ന് ചോദിക്കണ സമയത്ത് ഭീരപിയത് ബിഭേദി എന്ന് പറഞ്ഞ് നിൽക്കണതായ ആ ഭാവാണ് കുന്തിദേവിയുടെ ഉള്ളിൽ. അയ്യോ അമ്മേ, എന്നെ തള്ളരുതേ, ഇനി ഞാൻ ഒരു പാത്രവും പൊട്ടിക്കില്ല, അത് മാത്രമല്ല ഞാൻ ഇനി വെണ്ണരിക്കണ പാത്രത്തിൽ നോക്കും കൂടി ഇല്ലേ എന്ന് പറഞ്ഞ് ഭഗവാൻ അങ്ങനെ പേടിച്ച് വറച്ച് നിൽക്കണതായിട്ടുള്ള ആ കാഴ്ചയാണ്. പൃഥാവിലോക്യ ഭ്രാത്രേയം കൃഷ്ണം. പക്ഷേ യഥാർത്ഥത്തിൽ കൃഷ്ണനാരാ? ത്രിഭുവനേശ്വരം. ത്രിഭുവനങ്ങൾക്ക് ഈശ്വരനാണ്. അങ്ങനെയുള്ള ആ ഭഗവാനല്ലേ അടിസൈതളേശോദ ജഗദോദ്ധാർ. അതങ്ങനെ ഓർമ്മ വരികയാണ് ആ കുന്തിദേവിക്ക്. ഗോവിന്ദം ഗൃഹമാനീയ ദേവദേവേശമാദൃതഃ പൂജായാം നാവിദത്കൃത്യം പ്രമോദോപഹതോ നൃപ. ഉണ്ടായ സന്തോഷം കൊണ്ട് എന്തൊക്കെയാ താൻ ചെയ്യണത് എന്നൊരു ധാരണ ഇല്ലാണ്ട് ഈ യുധിഷ്ഠിര മഹാരാജാവിന് കേമായിട്ട് പൂജിച്ചു അദ്ദേഹം. പക്ഷെ എന്തൊക്കെയാ ചെയ്തത്? എന്തൊക്കെയാ നലിഞ്ഞ ഒരാൾ അന്ന് യുധിഷ്ഠിര മഹാരാജാവ് പൂജിച്ചതുപോലെ ഞാനും ഒന്ന് ഗുരുവായൂരപ്പനെ ഇപ്പൊക്കെ അങ്ങനല്ലേ, ഗുരുവായൂരമ്പലത്തിലെ പോലെ തന്നെ ആവണം എന്ന് വിചാരിച്ച ധാരാളം ഗുരുവായൂരമ്പലങ്ങൾ. പക്ഷെ അങ്ങനെയാവുമോ? ഗുരുവായൂരമ്പലത്തിലെ പോലെ തന്നെ ആവണം വെച്ചാൽ ഗുരുവായൂരമ്പലം തന്നെ ആവാൻ വയ്ക്കുള്ളൂ. അപ്പം അതുപോലെ യുധിഷ്ഠിര മഹാരാജാവ് എന്തൊക്കെയാ അന്ന് ഭഗവാന് സന്തോഷമാവാൻ വേണ്ടി ചെയ്തത് എന്ന് അദ്ദേഹത്തോട് വീണ്ടും ചെന്ന് ഒരിക്കലും ഒരാൾ ചോദിച്ചാൽ നാവിതൽ, അയ്യോ അതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്നേ അദ്ദേഹത്തിന് പറയാൻ വയ്ക്കുള്ളൂ. അങ്ങനൊരു പൂജ. അത് കഴിഞ്ഞ് എന്താ ഭഗവാൻ അങ്ങനെ താരാഗണങ്ങളുടെ നടുക്കിൽ ചന്ദ്രൻ ഉദിച്ചതുപോലെയാണ് അഷ്ടപത്നിമാരോട് കൂടിയിട്ട് ആ അകത്തേക്ക് അങ്ങനെ കയറി വരണ സമയത്ത് ഉള്ള കാഴ്ച. അത് കണ്ട് അവിടെയുള്ള സ്ത്രീകളൊക്കെ ആ ഭഗവത് പത്നിമാരുടെ ഒരു ഭാഗ്യത്തെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തിയിട്ട് അവർക്ക് മതിയാവണില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം അവിടെ താമസിച്ചു. അർജുനൻ്റെയൊക്കെ കൂടെ നർമ്മസല്ലാപങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാലം തന്നെ അവിടെ അങ്ങനെ കഴിച്ചു കൂട്ടി. ഏകദാതു സഭാമധ്യേ ആസ്ഥിതോ മുനിഭിർവൃത. അന്ന് ഒരിക്കൽ സഭയിൽ എല്ലാവരും കേൾക്കച്ചലെ
യുധിഷ്ഠിര മഹാരാജാവ് സഭ്യരായിട്ടുള്ള അവിടെ ഉള്ളവരൊക്കെ കേൾക്കട്ടെ, ഭഗവാനോടായിട്ട് പറഞ്ഞു, ക്രതുരാജേന ഗോവിന്ദ രാജസൂയേന പാവനീ യക്ഷേ വിഭൂതിർഭവത തത്സമ്പാദയന പ്രഭോ. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ വിഭൂതികളായിരിക്കുന്ന ഇന്ദ്രാദികളാകുന്ന ദേവതകളെ ആകുന്ന ക്രതുരാജൻ, യാഗങ്ങളിൽ രാജാവായിരിക്കുന്ന രാജസൂയ യാഗത്തെ കൊണ്ട് അങ്ങയെ ആരാധിച്ചുകൊണ്ട് അങ്ങയുടെ വിഭൂതികളെയൊക്കെ ആരാധിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുള്ള അങ്ങ് അതിനനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഭഗവാൻ പറഞ്ഞു, നന്നായി. ജ്യേഷ്ഠ എന്നല്ല, എന്താ അവിടെ ഭഗവാൻ വിളിക്കണത്? സമ്യക് വ്യവസിതം താത അല്ല, ജ്യേഷ്ഠ അല്ല, രാജൻ ശത്രുകർശന കല്യാണി ഏനത്തെ കീർത്തി. അല്ലയോ മഹാരാജാവേ, അങ്ങനെയാണ് വേണ്ടത്. കാരണം സഭയിൽ വെച്ചിട്ട് അവിടെ ഏട്ടനൊന്നുമില്ല. സഭയിലെല്ലാവരും കേൾക്കച്ചലയാണ് പറയണത്. അപ്പോൾ അവിടെ ഏട്ടാ എന്നൊന്നുമല്ല. പിന്നെയോ, അല്ലയോ മഹാരാജൻ, വേണ്ട തന്നെയാണ്. നന്നായി. അതുകൊണ്ട് അങ്ങയുടെ കീർത്തി വർദ്ധിക്കും. ഇങ്ങനെ രാജസൂയം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ദിഗ്വിജയാണ് വേണ്ടത്. അതിന് ഓരോ ദിക്കിലേക്ക് ഓരോരോ ആളുകളെ ഭഗവാൻ പറഞ്ഞയച്ചു. അത് കഴിഞ്ഞ് ഇവർ മഗധയിൽ നിന്ന് മാത്രം കപ്പം കിട്ടാതെ തിരിച്ചു വന്നപ്പോഴാണ് ഉദ്ധവർ പറഞ്ഞോടത്തെത്തി, ഇനി പുറപ്പെടാം എന്ന് പറഞ്ഞ് ഭീമസേനനും അർജുനനും കൃഷ്ണനും കൂടിയിട്ട് അവിടേക്ക് ചെന്നു. ബ്രാഹ്മണ വേഷം കെട്ടിയിട്ട് ആതിഥ്യവേളായാം, അതിഥികളെ സ്വീകരിക്കാൻ ഒരു സെഷൻ ഉണ്ട് ജരാസന്ധന്. അപ്പോൾ ആ സമയത്ത് അവിടെ ചെന്നു. അവിടെ ചെന്ന് ഭഗവാൻ പറഞ്ഞു എല്ലാവരോടും, അല്ലയോ മഹാരാജൻ, ഞങ്ങൾ അതിഥികളായിട്ട് വന്നവരാണ്. നിങ്ങളെപ്പോലുള്ള സജ്ജനങ്ങൾക്ക് എന്താ പ്രവർത്തിക്കാൻ ഇഷ്ടമില്ലാത്തത്? നിങ്ങൾ എന്ത് പറയണോ അതൊക്കെ ചെയ്യണ ആളുകളാണ്. ഈ അനിത്യമായിട്ടുള്ള ശരീരത്തിൽ ഉദ്ഘോഷിക്കാൻ പറ്റണം നല്ലൊരു ഗുണം എന്ന് പറയണത് എന്താ? നല്ല ശീലങ്ങളേ ഉള്ളൂ. കേട്ടിട്ടില്ലേ പണ്ടുള്ള ആളുകളെയൊക്കെ കുറിച്ച്? ഹരിശ്ചന്ദ്രൻ, രന്തിദേവൻ, ഉഞ്ചവൃത്തി, ശിബി, ബലി എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ ഉദാഹരിച്ച് അവരൊക്കെ ഇന്നും ജനങ്ങളുടെ ഇടയിൽ അവരുടെ പേര് കേൾക്കണത് എന്തുകൊണ്ടാ? ഇപ്പോഴും അവർ ചെയ്തതായിട്ടുള്ള സൽക്കർമ്മം അതങ്ങനെ കേമായിട്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കാണ്ടിരിക്കില്ലല്ലോ. അത് കേട്ടപ്പോൾ തന്നെ സ്വരം കൊണ്ടും ആകൃതി കൊണ്ടും മുമ്പേ ഇവരെയൊന്നും ഇവിടെ കണ്ടിട്ടുമില്ല. മാത്രമല്ല ആ അർജുനനൊക്കെ അങ്ങനെ അമ്പെയ്തിട്ട് ആ ഞാണിങ്ങനെ ടേ 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 എന്ന് കയ്യിൽ വന്ന് അടിച്ച് തട്ടി 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 കയ്യിൻ്റെ മണിക്കണ്ടം അത് രണ്ടും, കാരണം സവ്യസാചിയ. അപ്പോൾ ആ കയ്യിൻ്റെ മണിക്കണ്ടത്തിൽ ഈ ഞാണിങ്ങനെ വന്ന് തട്ടി 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 തഴമ്പിച്ചിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവർ ക്ഷത്രിയരാണ് എന്ന്. പിന്നെയോ നല്ല ആരോഗ്യദാർഢ്യമുള്ള ശരീരം. അപ്പോൾ എന്നാലും ബലിയുടെ കീർത്തിയൊക്കെ ഇന്നും ലോകത്തെല്ലാവരും അറിയണത് അന്ന് അദ്ദേഹം ചെയ്ത ദാനത്തിൻ്റെ മഹിമ കൊണ്ടാണല്ലോ. ബ്രാഹ്മണനാണെന്നും ദേവന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിഥി കശ്യപന്മാരുടെ മകനായിട്ട് വന്നതാണെന്നും വിഷ്ണു ആണെന്നും മായാവിയാണെന്നും ഏഷ വിഷ്ണു മായാവിനാം വര എന്നൊക്കെ ഗുരുനാഥൻ പറഞ്ഞിട്ടും പ്രഹ്ലാദി കിതവോയഥാ, ഒരു കള്ളനെ പോലെ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള ഞാൻ വാക്കുമാറ്റിയേ എന്ന് പറഞ്ഞ് ദാനം ചെയ്യാൻ തയ്യാറായില്ലേ? അപ്പം അതുപോലെ ഞാനും ചെയ്യാനൊരുക്കാണ്. ദദാമി ആത്മശിരോപി വ, ചോദിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ തല എന്നെ തരാൻ എനിക്ക് വിഷമമില്ല. ഭഗവാൻ പറഞ്ഞു തല തന്നെയാണ് വേണ്ടത്, അത് തരിയായിട്ട് വേണ്ട, നിങ്ങളെടുത്തോളാം. ഞങ്ങളാരാണ്? രാജന്യ നാന്നകാംക്ഷിണ, ഞങ്ങൾ രാജാക്കന്മാര്, മാമുണ വന്നതല്ല. അസൗവൃകോദര
തസ്യ ഭ്രാതാഹ്യർജുനോ ഹ്യയം അനയോ മാതുലേയം മാം കൃഷ്ണം ജാനീഹി തേരിപ്പും. അങ്ങേക്ക് മനസ്സിലായില്ലേ ഞങ്ങളെയൊന്നും? ഇത് ഭീമസേനൻ, അദ്ദേഹത്തിൻ്റെ അനുജൻ അർജുനൻ, ഞാൻ ഇവരുടെ അമ്മാമൻ്റെ മകൻ കൃഷ്ണൻ, അങ്ങയുടെ ശത്രു. ഇതങ്ങോട്ട് കേട്ടതോടുകൂടി ജരാസന്ധൻ ഉറക്ക ചിരിച്ചു, അമരിഷത്തോടു കൂടിയിട്ട് പറഞ്ഞു, ആവാം, ദ്വന്ദ്വയുദ്ധം ആരോടാണ് വേണ്ടതെന്ന് തീരുമാനിക്കാം. നന്നോടെന്തായാലും ഇല്ല, പേടിത്തൊണ്ട പോരിൽ പൊണ്ണൻ, എന്നോട് യുദ്ധത്തിന് വന്നിടക്കുക, നന്നോട് ഞാനില്ല, പോടുന്നു. അർജുനോ ഭവേത്യോദ്ധ ഭീമ തുല്യബലോ മമ, ഭീമൻ എനിക്ക് തുല്യമായ ബലത്തോടു കൂടിയവൻ എന്ന് പറഞ്ഞ് ആ ഭീമസേനന് ഒന്നാം തരം ഗത കൊടുത്ത് യുദ്ധം തുടങ്ങി. അവരുടെ അടി കൊണ്ട് ഈ ഗതകൾ തന്നെ പൊടി പൊടിയായപ്പോൾ ദ്വന്ദ്വയുദ്ധം 28 ദിവസം കഴിഞ്ഞിട്ടും ജരാസന്ധനെ ജയിക്കാൻ പറ്റാതെയായപ്പോഴാണ് ഭീമസേനൻ പറഞ്ഞത്, നശക്തോഹം ജരാസന്ധം നിർജ്ജേതും യുധി മാധവ, എനിക്ക് ജരാസന്ധനെ ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോഴാണ് ഭഗവാൻ, ഏയ് അതൊന്നും വേണ്ട, അതൊക്കെ ഞാൻ വഴിയുണ്ടാക്കി തരാം. ഒരു സംജ്ഞ കൊണ്ട് അതങ്ങനെ ബോധിപ്പിച്ചു, ജരാസന്ധനെ 2ആയിട്ട് പിച്ചി ചീന്തിയാലേ കഥ കഴിക്കാൻ പറ്റുള്ളൂ എന്ന്. ആ ഭഗവാന്റെ തേജസ്, ആ തേജസ് കൊണ്ട് ഭീമസേനൻ ജരാസന്ധൻ്റെ ഒരു തൊടയമ്പല അമർത്തി ചവിട്ടി മറ്റേ കാലം കിട്ട് പിടിച്ച് വലിച്ച ആന പട്ട ചീന്തത് പോലെ 2ആക്കി ആ ജരാസന്ധൻ്റെ കഥ കഴിച്ചു. അദ്ദേഹത്തിൻ്റെ മകനെ രാജാവാക്കി. ഈ ജരാസന്ധനെ അടച്ചിട്ട രാജാക്കന്മാരെ മുഴുവനും മോചിപ്പിച്ചു. അവർ ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഭഗവാനെ, ഇന്നിപ്പോൾ ജരാസന്ധനൊരു ഉപദ്രവമായി എന്നല്ല ഞങ്ങൾക്ക് തോന്നണത്, ജരാസന്ധൻ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ തരായില്ലേ, അങ്ങയുടെ കൃപ അനുഭവിക്കാൻ ഞങ്ങൾക്ക് തരായില്ലേ. മൃഗതൃഷ്ണാം യഥാ ബാലമന്യന്ത ഉദകാശയം. മൃഗതൃഷ്ണ, മരീചിക കണ്ട കുട്ടികൾ വെള്ളമാണെന്ന് തിരിച്ച് അടുത്തേക്ക് ഓടും, പക്ഷെ അവിടെ എത്തിയാലാ മനസ്സിലാവുക വെള്ളമില്ല എന്ന്. അതുപോലെ ഞങ്ങൾ രാജകീയ സുഖങ്ങളാണ് കേമെന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ ഓടി, അതിർത്തി വലുതാക്കാൻ ഓടി, അടുപ്പമുള്ളവരോട് എതിർത്തു, തല്ലുകൂടി, അവസാനം പരസ്പര സ്നേഹമില്ലാത്ത ഞങ്ങൾ ഓരോന്നിനെയായിട്ട് ജരാസന്ധൻ ഇല്ലാണ്ടാക്കി. ഇനി ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, തം നസമാദിശോപായം യേന തേ ചരണാബ്ജയോ സ്മൃതിര്യഥാ ന വിരമേത് അപി സംസരതാമിഹ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഞങ്ങളൊരിക്കലും അങ്ങയെ മറക്കരുത്, ഇവിടുന്ന് പോയാലും ഞങ്ങൾ അങ്ങയെ മറക്കരുത്. അങ്ങനെ അനുഗ്രഹിച്ച് തിരിച്ചവർ കൊട്ടാരത്തിലെത്തി. യുധിഷ്ഠിരൻ മഹാരാജാവിനോട് ഭീമസേനൻ സർവമാശ്രാവയാൻ ചക്രു, എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു എന്തൊക്കെയാണ് അവിടെ ഉണ്ടായതെന്ന്. അത് കേട്ടപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിനൊരക്ഷരം മിണ്ടാൻ പറ്റിയില്ല. അദ്ദേഹം പ്രേമണ നോവാച കിഞ്ചന, ഒന്നും മിണ്ടിയില്ല. രാജസൂയത്തിന് ഋത്വിക്കുകളായിട്ട് അനേകം മഹാത്മാക്കൾ എത്തിച്ചേർന്നു. അവരുടെ എല്ലാവരുടെയും പൂജകളും മറ്റുള്ള യാഗത്തിൻ്റെ വൈദിക ക്രിയകളൊക്കെ അങ്ങനെ ഭംഗിയായിട്ട് നടക്കുന്ന സമയത്താണ് സുത്യമെന്നുള്ള ദിവസം. അന്ന് ആരെ പൂജിക്കണം എന്ന് ശങ്ക വന്ന സമയത്ത് സഹദേവൻ, പൂജാകാര്യങ്ങളുടെ ഉത്തരവാദിത്തമുള്ള സഹദേവൻ പറഞ്ഞു, കാലവും കർമ്മവും സാഖ്യവും യോഗവും എല്ലാമായിരിക്കുന്ന ഈ കൃഷ്ണനെയാണ് പൂജിക്കേണ്ടത്. നാടിൻ്റെ നാരായ വേരായ നാരായണനായ ഭഗവാന്റെ കാൽക്കൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ
പ്രപഞ്ചത്തിലെല്ലാവരെയും പൂജിച്ചതുപോലെയായി. എന്തിനാ ഭഗവാന് നിവേദ്യം സമർപ്പിക്കണത്? എന്തിനാ ഭഗവാൻ അഭിഷേകം ചെയ്യണത്? നമ്മൾ പോയി തൊഴണത് എന്തിനാ? ഭഗവാന് പുഷ്പാഞ്ജലി കഴിക്കണത്? നമുക്ക് പ്രപഞ്ചത്തിലെല്ലാവരെയും സേവിക്കാൻ പറ്റുമോ? എളുപ്പമല്ല. അപ്പോൾ ഭഗവാൻ ഒരു ഉരുള കൊടുക്കാം, ഒരു നിവേദ്യം സമർപ്പിക്കാം, പായസം നേദിക്കാം, അവില് നേദിക്കാം, അട നേദിക്കാം, അപ്പം നേദിക്കാം എന്ന് നിരീച്ചാൽ ഈ വിശ്വത്തിലെ സകലരക്കും അത് കൊടുത്തതുപോലെയായി. അരിഹതി ഹ്യച്യുതശ്രൈഷ്ഠ്യം ഭഗവാൻ സാത്വതാം പതിഹി എന്നിങ്ങനെ ആ സഹദേവവാഗനുഗത, സഹദേവൻ്റെ വാക്കിനെ അനുസരിച്ചുകൊണ്ട് സാനുജ അമാത്യനായിട്ട് അനുജന്മാരോടും അമാത്യന്മാരോടും അമ്മയോടും പാഞ്ചാലിയോടും ഒക്കെ കൂടി ആ ഭഗവാന്റെ പാദം കഴുകിച്ച് യുധിഷ്ഠിര മഹാരാജാവ് വളരെ ഭക്തി പുരസ്സരം ആ പാദതീർത്ഥം ശിരസ്സിൽ വഹിച്ചു. അപ്പോഴൊക്കെയാണ് അവിടെ നിന്നൊരാൾ ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഇങ്ങനെയാരും ചെയ്തിട്ടില്ല എന്ന ബാഹുക്ഷേപം ചെയ്തുകൊണ്ട് കസേരയുടെ മുകളിൽ ചാടിക്കയറി നിന്ന് ശിശുപാലൻ കൃഷ്ണഭർസിതങ്ങളായിരിക്കുന്ന വാക്കുകൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഇവനെയാണോ പൂജിക്കേണ്ടത്? പശുപാലൻ യഥാ കാക പുരോഡാശം സപര്യാം കഥമരിഹതി. ഈ പശുപാലന് പൂജിക്കപ്പെടാൻ എന്ത് യോഗ്യതയുള്ളത്? ഹവിസ് ഹോമിക്കാൻ വെച്ചത് കാക്ക കുത്തിക്കൊണ്ട് പോയതുപോലെ ഇല്ലേ ഇപ്പോൾ നിങ്ങളുടെ ഈ രാജസൂയം കൊണ്ട് എന്തുണ്ടായി? അപ്പോഴേക്കും മറ്റ് രാജാക്കന്മാരൊക്കെ ചാടി എഴുന്നേറ്റ് ശിശുപാലൻ്റെ കഥ കഴിക്കാൻ പുറപ്പെട്ടു. അപ്പോഴേക്കും ഭഗവാൻ തന്നെ സ്വനിവാര്യ സ്വയം രുഷാശിര ക്ഷുരാന്തചക്രേണ ജഹാര അപതതോരിപ്പോ. ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് ആ സിംഹാസനത്തിൻ്റെ മുകളിൽ നിന്ന് നല്ല പട്ടുവസ്ത്രമൊക്കെ കൊടുത്ത് നല്ല മാലയൊക്കെ ചാർത്തി ഭഗവാനെ കാല് കഴുകിച്ച് പൂജിച്ച് സിംഹാസനത്തിന് എന്നെ ബഹുമാനിച്ചിരുത്തി ആ ബന്ധുക്കളായിരിക്കുന്ന യുധിഷ്ഠിരാദികളൊക്കെ എന്നെ ചുറ്റും കൈകൂപ്പി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ വിദ്വാൻ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയത്. അധികം പറയേണ്ടി വന്നില്ല. അതിൻ്റെ മുമ്പേ തന്നെ ഭഗവാൻ ചാടി എഴുന്നേറ്റ് ചക്രായുധം കൊണ്ട് ശിശുപാലൻ്റെ ശിരസ് ഛേദിച്ചു. വലിയ ശബ്ദ കോലാഹലമൊക്കെ ഉണ്ടായി. പക്ഷേ എല്ലാവരും കാണെ ഭഗവാന്റെ പാദങ്ങളിൽ ശിശുപാലൻ്റെ ജീവജ്യോതിസ് ഒരു ഉൽക്ക എന്നതുപോലെ വന്ന് പതിക്കൽ കഴിഞ്ഞു. അവഭൃത സ്നാനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരോടൊക്കെ പോയി. ദുര്യോധനം ഹൃദേ പാപം കലിം കുരുകുലാമയം. ദുര്യോധനം മാത്രം പോയില്ല, അവിടെ തന്നെ കൂടി. ഈ രാജസൂയത്തിൽ ധനാധ്യക്ഷനായിരുന്നു സുയോധനൻ. കർണൻ ദാനത്തിന്, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ യുധിഷ്ഠിരൻ്റെ ഈ ഐശ്വര്യം കണ്ട് എല്ലാവരും ദാനമൊക്കെ മേടിച്ച് പോണവരൊക്കെ അമൃത കഴിച്ചതുപോലെയുള്ള ആനന്ദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് തിരിച്ചു പോണത്. രാജസൂയത്തിൻ്റെ യശസ് നാടാകെ പരന്നപ്പോൾ സഹിക്കാൻ പറ്റണ്ടേ? മാത്രമല്ല ഈ അവഭൃത സ്നാനം കഴിഞ്ഞ് ഇവരിങ്ങനെ ബന്ധുക്കളൊക്കെ വെള്ളമെടുത്ത് അങ്കിടുതേ ഉണു ഇങ്കിടുതേ ഉണു ചിരിച്ച് കളിച്ചങ്ങനെ രസമായിട്ട് അവരുടെ ആ മുഖത്തുള്ള സന്തോഷങ്ങളെ കാണുമ്പോഴേ പരന്മാരുടെ ഉത്കരിഷത്തിൽ അവനോൻ്റെ ഉള്ളിലുണ്ടാവണ കുനിട്ടിന് പറയണ പേരാണ് മത്സരം. അതങ്ങനെ എന്തൊരു ചൊറിച്ചിലാണ്ടായത് ആ ദുര്യോധനന് സഹിക്കാൻ വയ്യാണ്ട്. ക്ഷിപൻ രുഷ അവിടുന്ന് ആ മയനിർമ്മിതമായിട്ടുള്ള സഭയിൽ പണ്ട് ഖാണ്ഡവപ്രസ്ഥം ആയിരുന്നല്ലോ, അതൊക്കെ ദഹിപ്പിച്ചപ്പോൾ മയൻ ഒരു സമ്മാനമായിട്ട് ഉണ്ടാക്കി കൊടുത്ത സഭയാണ്. അവിടെ ഒരു മായ അദ്ദേഹം കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. ദൂഷിച്ച വിചാരത്തോടു കൂടി ആര് കയറി വന്നാലും അവർക്ക് അപകടം പറ്റും. അപ്പോൾ ഈ വിദ്വാൻ അവിടേക്ക് അങ്ങനെ കയറി വരുന്ന സമയത്ത് തന്നെ ആ കാവൽക്കാരെയൊക്കെ ഇങ്ങോട്ട് മാറി അവിടെ എന്നൊക്കെ പറഞ്ഞ് ചാടി ഓടി വന്നു. ഇത് കണ്ടപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ അത് എന്താ അത് വിചാരിച്ച് നോക്കി നിൽക്കുന്ന സമയത്തുണ്ട് ദുര്യോധനൻ മുണ്ട് പൊക്കണു. ഇതെന്താ അയാൾ കാട്ടണത്? അയാളൊക്കെ അവിടെ വെള്ളം ഉണ്ടെന്നാണ് തോന്നണതേ. അയാൾ മുണ്ടൊക്കെ അങ്ങോട്ട് ഉരച്ച് കയറ്റി സഭയുടെ നടുക്കൂടെ അയ്യയ്യേ എന്ന് പറഞ്ഞ ആളുകൾ മുഖം പൊത്തിയപ്പോഴാണ് ഈ വിദ്വാൻ വെള്ളമില്ലേ അപ്പോൾ അത് ഇങ്ങടഞ്ഞ താത്തി. അപ്പോൾ അയാളൊക്കെ തൂണുണ്ട് തോന്നുന്നുണ്ട്, ചിലതിക്കൽ വാതിലില്ല തോന്നുന്നുണ്ട് ഉള്ളിടത്ത്.
ഇല്ലാത്തോടത്ത് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, തുറക്ക വാതിലെന്നൊക്കെ പറഞ്ഞ് മദ്യപാനികൾ ചുമരുമ്പിൽ പോയി ചവിട്ടണത് പോലെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാട്ടണു. അപ്പം ഈ കാവക്കാരോട് ആദ്യം തന്നെ ചൂടായതുകൊണ്ട് അവർ വിചാരിച്ചു ഇനി അവിടെ പോയി നിഷ്കരിഷിക്കാൻ പോയിട്ട് അയാൾ ഇനി ആദ്യമേ കെട്ട് കയറണ്ട വിചാരിച്ചു. ഇവരൊക്കെ അവിടെ നിന്നു. ഇങ്ങനെയുള്ള അപകടമൊക്കെ അവിടെ നടക്കണു. വെള്ളത്തിൽ വീണു, മുങ്ങണു, പൊങ്ങണു. ഇതൊക്കെ കണ്ട് യുധിഷ്ഠിര മഹാരാജാവല്ലാത്ത എല്ലാവരും ചിരിച്ചു. അവരൊക്കെ ചിരിക്കണ സമയത്ത് ഇദ്ദേഹം അരുതെന്ന് പറയാനും പുറപ്പെട്ടു. പക്ഷെ അപ്പോഴേക്ക് യുധിഷ്ഠിര മഹാരാജാവ് കാണാണ്ട ഭഗവാൻ കണ്ണോണ്ട് കാട്ടി. അങ്ങനെ എല്ലാവരും കൃഷ്ണാനുമോദിത, ഭഗവാനാൽ അനുമോദിതരായിട്ട് ഉറക്കെ അങ്ങോട്ട് ചിരിച്ചു. ദുര്യോധനൻ വിചാരിച്ചു നണക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഭഗവാനും വിചാരിച്ചു നീ വെക്കണേക്കാൾ മുമ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. ഭഗവാന് വളരെ സന്തോഷമായി എന്നാണ്. ഈ ദുര്യോധനന് കുറച്ചൊരു വിഷമം തോന്നിയപ്പോൾ. കാരണം എന്താ, ഭഗവാന് ഇനി ഭാവിയിൽ ഈ ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ട് ദുഷ്ടന്മാരുടെ കഥ കഴിക്കാൻ ഈ യുദ്ധം നടക്കണം എന്ന് കണക്കാക്കി ആ ഭഗവാൻ വലിയ ഒരു പോരിന് തുടക്കമിട്ടു എന്നർത്ഥം. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള രാജസൂയ മഹായാഗത്തിങ്കൽ എപ്രകാരമാണോ ഭഗവാൻ സകല സ്ഥാനങ്ങളിലും ഓടിയോടിയെത്തി യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ആജ്ഞാനുവർത്തിയായിട്ട് അവിടെ പ്രവർത്തിച്ചത്, അതുപോലെ നമ്മുടെ സകല ഇന്ദ്രിയങ്ങളും പ്രാണങ്ങളും എല്ലാമായിട്ട് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുവായൂരപ്പൻ മേലിലും നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദേവദേവ കൽപ്പയാമി സോഹമീശമാമകം ദേഹഗേഹാദികം ച സകലമപി താവകം രാജസൂയസവനകർമ്മണീഹ ചാഗ്ര്യപൂജനേ രാജിതേ യഥാ കൃതം ച ധർമ്മജേന പാവനേ ദേവദേവ കൽപ്പയാമി സോഹമീശ മാമകം. എല്ലാ വാക്കുകളും ഗുരുനാഥന്മാരുടെയും ഗുരുവായൂരപ്പൻ്റെയും ഗണേശ്വരൻ്റെയും കാൽക്കൽ സമർപ്പിക്കട്ടെ. ശ്രീ വെള്ളിനേഴി ഹരികൃഷ്ണൻ.